നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വാ മോനെ, നീ ഇവിടെ വന്നിരിക്കേ. വാ. എന്തിനാ വരാൻ പറഞ്ഞത്? ഞാനാണ് നിന്നെ വിളിപ്പിച്ചത്. നീ എന്റെ മുഖത്തേക്ക് നോക്കി. നിന്റെ ഏട്ടനല്ല ഞാൻ. അനിയനാണെന്ന് നോക്കാതെ മുഖത്തടിച്ച ആളല്ലയോ. കൂടുതൽ പ്രകടനമൊന്നും വേണ്ട. കാര്യം എന്താന്ന് വെച്ചാ പറ. എന്താടാ മോനെ ഇത്? നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ അവൻ ഓരോന്ന് പറയുന്നേ? നല്ലതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഇന്ന് ഈവനിങ് ഫ്ലൈറ്റിന് തന്നെ നീ ഹൈദരാബാദിന് പോകണം. ഇതൊന്ന് പെട്ടെന്നൊരു ഹൈദരാബാദ് ട്രിപ്പ്. നിനക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ കുറച്ച് ലേബർ ഇഷ്യൂസ് ഉണ്ട്. ഇവിടെ നിന്ന് സോൾവ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും അവിടെ ഡയറക്റ്റ് ചെന്നേ പറ്റൂ. അതുകൊണ്ടാണ് നിന്നോട് പോകാൻ പറഞ്ഞത്. ശിവാനിയുടെ അരികിൽ നിന്നും പ്രണവിനെ അകറ്റാനുള്ള പ്ലാനിംഗ് ആണിത്. പ്രണവിന് ഇത് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയാൻ വയ്യല്ലോ. അല്ലെ ഹൈദരാബാദിന് ഞാൻ എന്തിനു പോണം? അവിടുത്തെ പ്രൊജക്റ്റ് ഒക്കെ നോക്കുന്ന അച്ഛനല്ലേ? അച്ഛൻ പോട്ടതേ. എനിക്ക് സുഖമില്ലാന്ന് നിനക്കറിയാലോ. എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. യാത്ര ചെയ്യാൻ വയ്യ എനിക്ക്. ഇവിടുത്തെ ഓഫീസിൽ പോലെ ഇനി വിടാതിരുന്നാലോ എന്ന് ആലോചിക്കുക ഞാൻ. എന്നൊരു കാര്യം ചെയ്യാം, ചേട്ടൻ തന്നെ പോയിട്ട് വരട്ടെ. നിനക്കറിയാലോ ഇവിടുത്തെ കാര്യങ്ങൾ. ആ ജപ്പാൻ കമ്പനിയുടെ പ്രോജക്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഒരു ദിവസം പോലും ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല. നിനക്കാകുമ്പോൾ ഹൈദരാബാദ് ചെന്ന് ഈ ഇഷ്യൂസ് സോൾവ് ചെയ്ത് അപ്പൊ തന്നെ തിരിച്ചു വരികയും ചെയ്യാലോ. ശരിയാ. ഹൈദരാബാദ് പോലൊരു ബ്രാഞ്ചിലെ കോംപ്ലിക്കേറ്റഡ് ആയൊരു ലേബർ ഇഷ്യൂ സോൾവ് ചെയ്യാൻ ഇവനെ പോലൊരാളെയാണോ ഇവിടുന്ന്? അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇവനില്ല. ഇനി അങ്ങോട്ട് സ്വന്തമായി പ്രോജക്റ്റുകൾ നോക്കി നടത്തേണ്ടവനല്ലേ ഇവനും. പഠിക്കട്ടെ വസു. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കാൻ പറ്റൂ. ചെറിയ ചെറിയ ഇഷ്യൂസ് സോൾവ് ചെയ്ത് വേണം പഠിക്കാൻ. അല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്ത് പരാജയപ്പെടുകയല്ല വേണ്ടത്. ഐ ആം ഷുവർ പ്രണവിനെ കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ പ്രണവല്ല ഹൈദരാബാദിലേക്ക് പോകേണ്ടത്. എല്ലാ വിഷയത്തിലും ഞാനും അച്ഛനും തന്നെ ഇടപെടണമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അമ്മ ഇതിൽ സംശയിക്കാനൊന്നുമില്ല. പ്രണവ് പോട്ടെ, ഇവൻ പ്രൂവ് ചെയ്യട്ടെ. എടാ, ഇന്ന് നീ ഹൈദരാബാദിന് പോയേ പറ്റൂ. ചേട്ടൻ പറയുന്ന കേൾക്കുമോനെ. നിനക്ക് വേണ്ട സഹായങ്ങൾ അവൻ ഇവിടെ ഇരുന്ന് ചെയ്തു തരും. സഹായം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്നെ ശിവാനിയും രണ്ട് വഴിക്കാക്കണം. അതിനു വേണ്ടിയിട്ടല്ലേ പെട്ടെന്നുണ്ടായ ഈ ലേബർ ഇഷ്യൂവും ഹൈദരാബാദ് ട്രിപ്പും. ഞാൻ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കുമെന്ന് പേടിച്ചിട്ട് എന്നെ നാട്ടിൽ നിന്ന് അങ്ങ് പാക്ക് ചെയ്യാം എന്നുള്ള വിചാരമാണല്ലേ? ഞാൻ വിചാരിച്ചതിനേക്കാൾ മിടുക്കുണ്ട് നിനക്കല്ല, ശിവാനിക്ക്. അവൾ നിന്നെ നന്നായിട്ട് ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നു. നിങ്ങളെ വിചാരിക്കുന്ന പോലെ എല്ലാം ചെയ്യിച്ചെടുക്കാനേ കൊച്ചു കുട്ടിയൊന്നും അല്ല ഞാൻ. ഞാൻ തൽക്കാലം എങ്ങോട്ടും പോകുന്നില്ല. എടാ, നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. ഫാമിലി പ്രശ്നങ്ങളും ബിസിനസ് കാര്യങ്ങളും ഞാൻ കൂട്ടിക്കുഴയ്ക്കാറുമില്ല. ഇത് അത്യാവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ടാ ഞാൻ നിന്നോടൊരു ഹെൽപ്പ് ചോദിച്ചത്. എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയരുത് പ്രണവ്. ലേബർ ഇഷ്യൂ ശക്തമായാൽ ഹൈദരാബാദ് ഓഫീസ് തന്നെ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. നീ ഒന്ന് പോയിട്ട് വാ. അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യമല്ലെങ്കിൽ ഇവരൊക്കെ നിന്നെ നിർബന്ധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അച്ഛനും ചേട്ടനും പറയുന്നത് കേൾക്ക് നീ. തൽക്കാലം ആരും പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അത്ര വലിയ ഇഷ്യൂ ആണെങ്കിൽ ചേട്ടൻ തന്നെ പോട്ടെന്ന്. ചേടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഈ വീക്ക് മുഴുവൻ എനിക്ക് മീറ്റിങ്ങുകളാണ്. ആരെങ്കിലും ഒരാൾ പോയേ പറ്റൂ. ഞാൻ പറയുന്നു കേക്ക്. ഒരാൾക്ക് വയ്യാന്ന് പറഞ്ഞാ പിന്നെ എന്തിനാ ഗൗതം ഇങ്ങനെ നിർബന്ധിക്കുന്നേ? താല്പര്യം ഇല്ലാത്ത ഒരാളിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത്? നിനക്ക് സ്വയം ആലോചിക്കാനും തീരുമാനം എടുക്കാനും ഉള്ള പ്രായമായി. മോൻ ആലോചിക്ക, എന്നിട്ട് എന്ത് വേണോന്ന് നീ തന്നെ തീരുമാനിക്കേ. പ്രണവേ, നീ പുതിയ പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്താൻ പോവാ. ഇത് നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. നിനക്കിതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. എന്റെ നല്ലതിന് വേണ്ടി ഏട്ടത്തി അങ്ങനെ അങ്ങ് ബുദ്ധിമുട്ടണ്ട. പ്രണവ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ പോയേ പറ്റൂ. അച്ഛാ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കാ. ഞാൻ നീ ഒന്നും പറയണ്ട.
ഹൈദരാബാദിൽ പോകാൻ പറഞ്ഞാൽ പോണം. ഹൈദരാബാദ് മാനേജറെ വിളിച്ച് നീ ചെല്ലൂന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ലേബർ ഇഷ്യൂ ഒന്ന് അടങ്ങിയത്. ഇത് നമ്മുടെ ഈശ്വരമംഗല ഗ്രൂപ്പിന്റെ ആവശ്യമാണ്. നീ നോക്കിയേ പറയൂ പ്രണവ്. പോകാൻ സമ്മതിക്കും മോനെ. കൂടുതലൊന്നും ആലോചിക്കണ്ട. ആ ഇഷ്യൂ സോൾവ് ആയാൽ അപ്പൊ തന്നെ തിരിച്ചു പോര്. അതിന് നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ അവിടെ അറേഞ്ച് ചെയ്ത് തരാം. നീ ഇന്ന് തന്നെ പോയേ പറ്റൂ. എടാ മോനെ, ആലോചിക്കാനൊന്നുമില്ല. ഒന്ന് നീ സമ്മതിക്കേ. ഞാൻ പോവാം, പോരെ. എവിടേക്കാന്ന് വെച്ച ടിക്കറ്റ് എടുത്തോ, ഞാൻ പൊക്കോളാം. ഇവനിതെന്താ പറ്റിയത്? എന്തിനാ ഇവൻ കയറി സമ്മതിച്ചത്? നീ സമ്മതിക്കുന്ന എനിക്കറിയായിരുന്നു മോനെ. കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്തു വെക്കേ. അമ്മയും കൂടി വന്ന് സഹായിക്കാം. ചെല്ലേ. അച്ഛാ, ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യങ്ങളൊന്നും നോക്കട്ടെ. നിധി വാ. മോനെ, എന്തായിടാ? ആ, പാറു മുറിയിലേക്ക് കാലെടുത്ത് വെച്ചതും ടിക്കറ്റ് കൺഫേം ആയി. എന്റെ ഭഗവതി, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ദാ മോൻ ചായ കുടിച്ചേ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇനി പാഴാക്കാൻ സമയമില്ല. ഇപ്പൊ തന്നെ ഇറങ്ങണം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ നോക്കിക്കോളാന്നേ. അവന് വേണ്ട ഡ്രസ്സും പാക്ക് ചെയ്ത് അരമണിക്കൂറിനുള്ളിൽ ഞാൻ റൂമിന് പുറത്തിറക്കി തരാം. എന്താ പോരെ? ആഹാ, ഒരു മോനെ നാട് കിടത്തുന്നതിൽ പാറുവിന്റെ ഉത്സാഹം കണ്ടോ? അതെ, അമ്മയുടെ ടെൻഷൻ അമ്മയ്ക്കേ അറിയൂ. ആ, പിന്നെ അല്ലാതെ. ഓ, ആ ശിവാനി എങ്ങാനും അവന്റെ കൈയും പിടിച്ച് ഈ വീട്ടിലേക്കെങ്ങാനും വന്ന് കേറിയ എന്ത് ചെയ്യായിരുന്നു എന്റെ ഭഗവതി? എനിക്കത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അമ്മേ, 1 മാസത്തേക്കെന്നും പറഞ്ഞ ഇപ്പൊ ഹൈദരാബാദിലേക്ക് പാക്ക് ചെയ്യുന്നത്. കൃത്യം 1 മാസം തികയുമ്പോ പ്രണവ് ഇവിടേക്ക് തിരിച്ചു വരുമെന്നതിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ പിന്നെ എന്ത് ചെയ്യൂടെ മോനെ? പാറു ടെൻഷൻ അടിക്കാതിരിക്കെ. അവൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതും മുംബൈക്കുള്ള അടുത്ത ടിക്കറ്റ് കൈ കൊടുക്കും. മുംബൈയിലെ അടുത്ത പ്രോജക്റ്റിന്റെ ഹെഡായിട്ട് അവന് ഞാൻ നിയമിക്കും. മതി, ഇന്നെങ്കിലും എനിക്ക് സമാധാനമായിട്ടൊന്ന് ഉറങ്ങണം. അതെ, അങ്ങനെ റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല. ഏടുപിടിയെന്ന് പ്രണവിന് പെണ്ണ് നോക്കണം. അവന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് കല്യാണവും നടത്തണം. അത് ഞാൻ ഏറ്റു. ആ ശിവാനി എങ്ങനെയെങ്കിലും അവന്റെ മനസ്സിൽ നിന്ന് പോയി കിട്ടിയാൽ മതി എനിക്ക്. അതൊക്കെ പൊയ്ക്കോളൂ അമ്മ. അമ്മ ധൈര്യമായിട്ടിരിക്കെ. അതെ, സമയം കളയണ്ട. വേഗം പോയി അവനെ റെഡിയാക്ക്. നീ റെഡിയാവ്. അവനെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് ആക്കണ്ടേ? ഞാൻ ചെന്ന് അവന്റെ ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കാം. പ്രണവിനെ കൊണ്ട് ശിവാനിയെ വിവാഹം കഴിപ്പിച്ച് ഇവിടേക്ക് കൊണ്ടുവന്ന് നിധിയെ ഇവിടുന്ന് തുരത്താമെന്ന് വിചാരിച്ചപ്പോ ആ പ്ലാൻ നിധി പൊളിച്ചു. പ്രണവിനെ തന്നെ അവൾ ഇവിടെ നോടിക്കുകയാണ്. പ്രണവ് ഈ നാട്ടിൽ നിന്ന് പോകാതിരിക്കാൻ എന്താ ഒരു വഴി?